ബാല്യകാലം മുതൽ തന്നെ മലയാറ്റൂർ മലയുടെ ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഒരു നിശബ്ദ കൗതുകം ഉണർത്തിയിരുന്നു. പെരുന്നാൾ ദിവസങ്ങളിൽ മലയാറ്റൂർ സ്പെഷ്യൽ എന്ന ബോർഡ് വെച്ച ബസ്സുകൾ എൻ്റെ വീട്ടു മുമ്പിലൂടെ മലയാറ്റൂർ പള്ളിയിലേക്ക് ധാരാളം സർവീസ് നടത്തിയിരുന്നത് ഞാൻ ഓർക്കുന്നു. രാത്രിയിൽ ദൂരത്ത് നിന്ന് തെളിഞ്ഞു കാണുന്ന മലയാറ്റൂർ മലയിലെ വെളിച്ചം പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതമായിരുന്നു. എങ്കിലും 20-ാം വയസ്സിൽ കേരളം വിട്ടുപോയതിനാൽ മല കയറാനുള്ള എൻ്റെ ആഗ്രഹം വർഷങ്ങളോളം പൂർത്തിയാകാതെ നിന്നു. കാലം കടന്നുപോയി. നാട്ടിലേക്കുള്ള ഓരോ സന്ദർശനവും ആ ആഗ്രഹത്തെ വീണ്ടും ഉണർത്തി. പക്ഷേ മലയാറ്റൂർ യാത്ര എപ്പോഴും മാറ്റിവെക്കപ്പെട്ടു, ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷവും. ഒരിക്കൽ അടിവാരത്തിലെത്തിയെങ്കിലും 6 മണി കഴിഞ്ഞതിനാൽ വനം വകുപ്പിൻ്റെ നിയമാനുസരണം വഴിയുടെ ആദ്യഘട്ടം വരെ മാത്രമേ പോകാനായുള്ളൂ. ഒടുവിൽ 2026 ഏപ്രിൽ 2-ാം തീയതി പെസഹ വ്യാഴാഴ്ച രാത്രി 8:20 ഞങ്ങൾ തീർത്ഥാടകരുടെ തിരമാലയിൽ ചേർന്നു. കല്ലുകളും പൊടിപടലങ്ങളും ഇടതൂർന്ന ഉഷ്ണമേഖലാ മരങ്ങളും നിറഞ്ഞ കുത്തനെയുള്ള പാത. രാത്രിയുടെ വായു കനത്തതും ഈർപ്പമുള്ളതുമായിരുന്നു. ജനക്കൂട്ടം വളരെ വലുതായിരുന്നു. ചിലർ വളരെ ഭാരമേറിയ മരക്കുരിശുകൾ വഹിച്ചിരുന്നു. സൗകര്യങ്ങൾ പരിമിതമായിരുന്നെങ്കിലും വഴിയാകെ പ്രകാശവും കുടിവെള്ളവും പ്രഥമ ശുശ്രൂഷയും ലഭ്യമായിരുന്നു. സാധാരണയായി 3 മണിക്കൂർ മതിയാകുന്ന യാത്ര ഞങ്ങൾക്ക് 5 മണിക്കൂറായി. കൊടുമുടിയിൽ കാത്തിരുന്നത് മർത്തോമാ മണ്ഡപം, പഴയ പള്ളിയും പുതിയ പള്ളിയും, സ്വർണ്ണ കുരിശ്, അപ്പോസ്തലൻ്റെ കാൽപ്പാടുകളും വിശ്വാസത്തിൻ്റെയും സഹിഷ്ണുതയെയും തെളിവുകൾ. ഇറക്കം കൂടുതൽ കഠിനമായിരുന്നു. പൊടിപടലങ്ങൾ കൊണ്ട് തെന്നുന്ന നിലം. എങ്കിലും യാത്രയുടെ ആത്മീയ സ്പർശം ആഴത്തിൽ ചലിപ്പിക്കുന്നതായിരുന്നു. ശാന്തമായ അന്തരീക്ഷത്തിൽ മല കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് നവംബർ മുതൽ ഫെബ്രുവരി വരെ ചൂടില്ലാത്ത കാലാവസ്ഥയും ഏകാന്തതയും സാധ്യമാണ്. എന്നാൽ ഉത്സവകാലത്ത് ജനക്കൂട്ടത്തിൻ്റെയും ആവേശത്തിൻ്റെയും നടുവിൽ മലയാറ്റൂർ മല ഒരു സാധാരണ കയറ്റമല്ല. അത് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെ കാലാതീതമായ ആകർഷണത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷ്യമാണ്.